അദ്ദേഹം ഭാര്യയും മക്കളും മാത്രമല്ല, ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ തൃശ്ശൂരെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടി. അവൻ നടന്ന് ഊട്ടിയ, പണ്ട് നടന്ന് പെടുക്കുക എന്ന് കേട്ടു. സുരേഷ് ഗോപിയുടെ കാര്യം അദ്ദേഹം തുടർച്ചയായിട്ട് 2021 അസംബ്ലി വരെ വോട്ട് ചെയ്തത് ശാസ്തമംഗലത്തെ NSS ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. അദ്ദേഹം എങ്ങനെ 2024 തൃശ്ശൂരത്തെ വാടക വീട്ടിൽ എങ്ങനെ എത്തി? അദ്ദേഹം ഭാര്യയും മക്കളും മാത്രമല്ല, ഇപ്പോഴും ശാസ്തമംഗലത്ത് വോട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ തൃശ്ശൂരെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ മാത്രമല്ല, അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷന്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഈ സുരേഷ് ഗോപി കുടുംബത്തിന്റെ വോട്ട് ശാസ്തമംഗലത്ത്. അവൻ നടന്ന് ഊട്ടിയ, പണ്ട് നടന്ന് പെടുക്കുക എന്ന് കേട്ടു. പക്ഷേ ആദ്യമായിട്ടാണ് നടന്ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ അനിയൻ സുഭാഷ് ഗോപി, മൂപ്പർക്ക് ഇരവിപുരത്തും വോട്ടുണ്ട്, തൃശ്ശൂരും വോട്ടുണ്ടായി. പക്ഷെ ഇവിടെ കണ്ട ഒരു ക്രിമിനൽ കുറ്റമുണ്ട്. രണ്ടിടത്തും 2 ഐഡന്റിറ്റി കാർഡ്. ഒരു വോട്ടർക്ക് ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഐഡന്റിറ്റി കാർഡ് പാടില്ല. അത് നമ്മുടെ നാടോടിക്കാറ്റില് ഒരു സുപ്രഭാതത്തിൽ മോഹൻലാലും ശ്രീനിവാസനും വന്ന രംഗം ഓർമ്മയുണ്ടല്ലോ. ആൾമാറാട്ടം നടത്താൻ വന്നതാണ്. മോഹൻലാലിന് കറുത്ത കണ്ണട. ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്താ കറുത്ത കണ്ണട? കണ്ണിന് പഴുത്തിരിക്കുക. ഇന്നലെ കുഴപ്പമില്ലല്ലോ, അത് ഇപ്പൊ ഒന്ന് ചീഞ്ഞ് നാറുകയാണ്, അതുകൊണ്ട് കണ്ണട വെച്ചു. ശ്രീനിവാസനോട് ചോദിച്ചോ, ശ്രീനിവാസൻ പറഞ്ഞു താടി. ഇന്നലെ താടിയില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് താടി വളരും. അതുപോലെയാണ് സുഭാഷ് ഗോപിക്ക് ഇരവിപുരത്ത് താടിയുള്ള ഫോട്ടോ. തൃശ്ശൂരിൽ ചെന്നപ്പോൾ ക്ലീൻ ഷേവ്. ഇതാണ് കള്ള വോട്ടിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഇനി വേറെ എവിടെയും പോകാനില്ല.